ലോകം ശ്വാസമടക്കി പിടിച്ച് ഫുട്ബോൾ ലോകകപ്പ് കാണുകയാണ്. ബ്രസീലിൻ്റെ സാമ്പാത്താളവും അർജന്റീനയുടെ വൈകാരിക തീക്ഷ്ണതയും ആഫ്രിക്കൻ ടീമുകളുടെ അപ്രതീക്ഷിത ഉയർച്ചയും മാനവകുലം ആഘോഷിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഏറ്റവും പവർഫുള്ളായ ഒരു രാജ്യം ടെലിവിഷന് മുന്നിൽ കാണികളായി മാത്രം ഇരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ഫിഫ റാങ്കിങ്ങിൽ 138 സ്ഥാനത്തുള്ള ഏഷ്യൻ കപ്പിന് പോലും യോഗ്യത നേടാൻ കഴിയാത്ത ഒരു രാജ്യം. ഇത് വെറുമൊരു കായിക പരാജയമല്ല. ഒരു രാഷ്ട്രത്തിൻ്റെ മുൻഗണനകൾ, അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ സാംസ്കാരിക അബോധം എന്നിവയുടെയെല്ലാം കണ്ണാടിയാണ്. ലോകം ആവേശത്തോടെ പന്തു തട്ടുമ്പോൾ നമ്മെ വരയ്ക്കു പുറത്തെ കാഴ്ചക്കാർ മാത്രമാക്കി ഒതുക്കിയത് ആരാണ്? സ്വാഗതം നിലപാടിലേക്ക്. ഫുട്ബോൾ എന്നത് മൂലധന ചെലവ് കുറഞ്ഞ ഏറ്റവും കൂടുതൽ പേർക്ക് കളിക്കാൻ കഴിയുന്ന ഒരു കായിക വിനോദമാണ്. ഒരു പന്തും തുറസായ ഒരു സ്ഥലവും മാത്രം മതി അതിന്. എന്നിട്ടും ഈ കായിക രൂപം ഇന്ത്യയിൽ വളരാത്തതിന് കാരണം എന്താണ്? അത് പ്രതിഭയുടെ അഭാവമാണോ? ഒരിക്കലുമല്ല. അടിസ്ഥാന സൗകര്യത്തിൻ്റെയും ദീർഘകാല ആസൂത്രണത്തിൻ്റെയും ഇല്ലായ്മ ഒന്നു മാത്രമാണ് അതിന് കാരണം. കേരളവും ബംഗാളും ഗോവയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്തിട്ടും ആ ആവേശത്തെ ഒരു ദേശീയ സ്ട്രക്ചറായി പരിവർത്തനം ചെയ്യാൻ ഒരു സർക്കാരും ഗൗരവമായി ശ്രമിച്ചില്ല. ഇന്ത്യയിലെ പാരമ്പര്യ പ്രൗഢിയുള്ള ഫുട്ബോൾ ക്ലബ്ബുകളുടെ പേര് പോലും അറിയാത്ത ആളാണ് ഇന്നത്തെ നമ്മുടെ കായിക മന്ത്രി എന്നറിയുമ്പോൾ സർക്കാർ മുൻഗണനയുടെ ചിത്രം പൂർണ്ണമാകും. ഗ്രാമീണ തലത്തിൽ സ്കൂൾ ഫുട്ബോൾ ലീഗുകൾ, ജില്ലാ അക്കാദമികൾ, പരിശീലക പരിശീലനം, ഇതെല്ലാം വർഷങ്ങളായി കടലാസിൽ മാത്രം നിലനിൽക്കുന്ന പദ്ധതികളാണ്. ഖേലോ ഇന്ത്യ പോലെയുള്ള പരിപാടികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയും യഥാർത്ഥ ധനവിനിയോഗം ക്രിക്കറ്റ് അടിസ്ഥാന സൗകര്യത്തിലേക്ക് ഒഴുകുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് എല്ലാം ക്രിക്കറ്റിലേക്ക് ഒഴുകുന്നത്? ക്രിക്കറ്റ് ഇന്ത്യയിൽ ഒരു കായിക വിനോദം മാത്രമല്ല, ഒരു രാഷ്ട്രീയ ഉപകരണവുമാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്നത് കായിക മത്സരമല്ല, ഒരു യുദ്ധസമാന വൈകാരിക പ്രകടനമാണ്. ഈ വൈകാരികതയെ രാഷ്ട്രീയ മൂലധനമാക്കി മാറ്റാൻ ഭരണകൂടങ്ങൾക്ക് ദശാബ്ദങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. ടീം ജയിക്കുമ്പോൾ പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രിമാർ വരെ ട്വീറ്റ് ചെയ്യും, കളിക്കാരെ വിളിച്ച് അനുമോദിക്കും, ദേശീയ അഭിമാനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കും. പക്ഷേ നമ്മുടെ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയ്ക്ക് ഫുട്ബോൾ സൂപ്പർ ലീഗിൽ കളിക്കുന്നത് ആരൊക്കെയാണെന്ന് പോലും മര്യാദയ്ക്ക് അറിയില്ല. വലിയ പാരമ്പര്യമുള്ള മോഹൻ ബഗാനെ എഴുതിക്കൊണ്ടുവന്ന പേപ്പറിൽ നോക്കി മോഹൻ ബൈഗൻ എന്ന് വിളിച്ച മന്ത്രി വലിയ പരിഹാസങ്ങൾക്കിരയായത് നമുക്ക് ഓർമ്മയുണ്ട്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ക്രിക്കറ്റിന് മാത്രമാണ്. BCCI എന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ കായിക ബോർഡുകളിലൊന്നായി മാറിയത് വെറുതെയല്ല. അത് രാഷ്ട്രീയ ശക്തിയും കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളും ഏറ്റവും സൗകര്യപ്രദമായി കൂടിച്ചേരുന്ന ഒരു ഇടമാണ്. അതിദേശീയത എന്ന ഉൽപ്പന്നത്തിന് ക്രിക്കറ്റ് മതിയായ വിപണി നൽകുന്നു. അതുകൊണ്ട് ഫുട്ബോൾ ഒരു അധിക ബാധ്യതയായി മാത്രം കണക്കാക്കപ്പെടുന്നു. സച്ചിൻ തെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും ദേശീയ ഐക്കണുകളായി ഉയർത്തപ്പെടുമ്പോൾ എത്ര ഇന്ത്യൻ ഫുട്ബോളർമാരുടെ പേര് ശരാശരി ഇന്ത്യക്കാരൻ ഓർത്തിരിക്കുന്നുണ്ട്? ഈ സാംസ്കാരിക അന്ധത ഒരു ദുഷ്ടവൃത്തമാണ്. നിക്ഷേപമില്ലാത്തതുകൊണ്ട് താരങ്ങളുണ്ടാവുന്നില്ല, താരങ്ങളില്ലാത്തതുകൊണ്ട് താല്പര്യമുണ്ടാവുന്നില്ല, താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നിക്ഷേപം വരുന്നില്ല. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വിരോധാഭാസമായ മുഹൂർത്തമാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഏറ്റവും പുതിയ നീക്കങ്ങളിലൊന്ന്. ലോകകപ്പിന് യോഗ്യത നേടാൻ പോലും കഴിയാത്ത, ഏഷ്യൻ കപ്പിലേക്കുള്ള യോഗ്യതാ പോരാട്ടത്തിൽ പോലും പരാജയപ്പെട്ട ഒരു ഫെഡറേഷൻ സംഘടനയുടെ പേര് ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത് എന്നാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ടർക്കിയും ചെക്ക് റിപ്പബ്ലിക്കും അവരുടെ ഫെഡറേഷൻ പേരുകൾ മാറ്റിയതാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. എങ്കിലും ആ രാജ്യങ്ങൾ പേരുമാറ്റത്തിന് മുൻപ് ലോകകപ്പിലും യൂറോയിലും കളിച്ച ടീമുകളാണ് എന്നത് തന്ത്രത്തിൽ മറക്കരുത്. പ്രകടനത്തിന് മുൻപ് പ്രതീകം വരുന്ന ഒരു വിചിത്ര മുൻഗണനാക്രമമാണിത്. ടീമിന് ജയിക്കാൻ കഴിയില്ലെങ്കിൽ അതിൻ്റെ ലേബലെങ്കിലും ദേശീയവാദപരമായി തോന്നണം എന്ന ലോജിക്. ഇത് ഭരണകൂടത്തിന് ഫുട്ബോളിനോടുള്ള യഥാർത്ഥ താല്പര്യമല്ല, മറിച്ച് ഫുട്ബോളിനെ പോലും ഒരു പ്രതീകാത്മക രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റാനുള്ള ശ്രമമാണ്. ക്രിക്കറ്റിൽ വിജയിച്ച അതേ തന്ത്രം വിജയങ്ങളില്ലാതെ രാഷ്ട്രീയ തന്ത്രം ആവർത്തിക്കാനുള്ള ഒരു വൃഥാശ്രമമാണ്. പക്ഷേ ഇത് ഫുട്ബോൾ ലോകകപ്പ് ഒരു കായിക മത്സരം മാത്രമല്ല, അത് ഈ ഭൂമിയിൽ മനുഷ്യർ ഒരൊറ്റ സമൂഹമാണ് എന്ന ആഘോഷവേദിക കൂടിയാണ്. ഖത്തർ ലോകകപ്പ് 500 കോടിയോളം മനുഷ്യരാണ്
പല വഴിക്ക് ശ്രദ്ധിച്ചത്. ഇന്നോളം ഒരൊറ്റ ഇനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ച് ഒരേ ഇടത്തേക്ക് ശ്രദ്ധ തിരിച്ച ചരിത്ര നിമിഷം. ആ ടൂർണമെൻറ്റിലെ അർജന്റീന ഫ്രാൻസ് ഫൈനൽ ഒറ്റ മത്സരം എന്ന നിലയിൽ 142 കോടി കാഴ്ചക്കാരെയാണ് സ്വന്തമാക്കിയത്. ഇതുവരെ ഒരൊറ്റ കായിക ഇനം ഒരൊറ്റ ദിവസം നേടിയ ഏറ്റവും വലിയ ആഗോള ശ്രദ്ധ. ഇതൊരു ചില്ലറ കണക്കല്ല. ഇന്ത്യ, ചൈന, അമേരിക്ക, ഇന്തോനേഷ്യ ഇവ 4 ഒന്നിച്ചു കൂടിയ ജനസംഖ്യ ഒരൊറ്റ കളി കാണാൻ വേണ്ടി മാത്രമിരുന്നു. ഇനി ആലോചിക്കൂ, ആ 142 കോടിയിൽ ഭൂരിഭാഗവും ആ 2 ടീമുകളിൽ ഒന്നിൻ്റെ പൗരനായിരുന്നില്ല. ബ്രസീലുകാർ ഫ്രാൻസിന് വേണ്ടി ഉറക്ക വിളിച്ചു. ആഫ്രിക്കക്കാർ അർജന്റീനയ്ക്ക് വേണ്ടി കരഞ്ഞു. ഇന്ത്യക്കാർ ബ്രസീലിൻ്റെയോ അർജന്റീനയുടെയോ ജേഴ്സി ധരിച്ചു. ഫുട്ബോൾ ലോകകപ്പ് എന്നത് ലോകം ദേശീയതയുടെ അതിർവരമ്പുകൾ മറന്ന് ഞാൻ ഏതു നഗരത്തിൻ്റെ പൗരനാണ്, ഏതു ഭാഷ സംസാരിക്കുന്നയാളാണ്, ഏതു മതക്കാരനാണ് എന്നൊന്നും ചോദിക്കാതെ ഒരൊറ്റ ആഘോഷത്തിൽ ലയിക്കുന്ന ദൃശ്യമായിരുന്നു അത്. ഒരു മൊറോക്കൻ ഗോൾ ഉണ്ടാകുമ്പോൾ ഏഷ്യ ആഹ്ലാദിക്കുന്നതും ഒരു ആഫ്രിക്കൻ ടീം ക്വാർട്ടർ ഫൈനലിൽ കിടക്കുമ്പോൾ ആർത്തു വിളിക്കുന്നതും ഇറാനും അമേരിക്കയും 98 ലോകകപ്പിൽ ഏറ്റുമുട്ടുമ്പോൾ ഇരു കളിക്കാരും ശത്രുത മറന്ന് പൂക്കൾ കൈമാറിയതും ഇതൊന്നും ഒരു ദേശീയ പ്രോജക്റ്റിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. ഇത് മനുഷ്യൻ ഒരൊറ്റ ഇനമാണ് എന്ന ആ പ്രാഥമിക ബോധ്യത്തിൽ നിന്ന് ഒഴുകി വരുന്ന സന്ദർഭങ്ങളാണ്. ഇതാണ് ഫുട്ബോളിൻ്റെ ആത്മാവ്, അതിൻ്റെ ഏറ്റവും മാനവിക മനോഹാരിത തുളുമ്പുന്ന ഗുണം. 2018 ലോക ചാമ്പ്യന്മാരായ ഫ്രഞ്ച് ടീം ഒരു ശ്രദ്ധേയ ചിത്രമായിരുന്നു. ആ സ്ക്വാഡിൽ ആഫ്രിക്കൻ വേരുള്ളവർ, കരീബിയൻ വംശജർ, അർജന്റീനയിൽ ജനിച്ചവർ ഒരൊറ്റ ജേഴ്സി അണിഞ്ഞ് ഒരൊറ്റ ലക്ഷ്യത്തിന് പിന്നാലെ പാഞ്ഞു. ഫ്രാൻസ് ചാമ്പ്യനായ ആ നിമിഷം ആർക്കാണ് ഫ്രഞ്ചാകാൻ അർഹത എന്ന ചോദ്യത്തിന് ഫുട്ബോൾ ശക്തമായ ഒരു ഉത്തരം നൽകി. ആ ബഹുസ്വരത ആഘോഷിക്കപ്പെടുന്ന ഒരിടമാണ് ഫുട്ബോൾ ലോകകപ്പ്. ഇനി ഒന്നാലോചിക്കൂ, ഇത്തരമൊരാഘോഷം ഏതൊരു രാഷ്ട്രീയ ലോകവീക്ഷണത്തെ സ്വാഭാവികമായ ഭയത്തിലാഴ്ത്തും. അതിദേശീയവാദികളെയാണ് അത് പേടിപ്പിക്കുക. ദേശം, ഭൂമി, ഭാഷ, ജാതി ഇവ കൊണ്ടുള്ള ഞങ്ങൾ അവർ വേലിക്കെട്ടുകളാണ് ആ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ. ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ മാത്രം ഉറക്കെ ദേശഭക്തി കൂകി വിളിക്കുന്നതും ആ ഊർജം ഒരു ക്ലൗഡ് ഓഫ് ഹേട്രഡാക്കി മാറ്റുന്നതും ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ക്രിക്കറ്റ് ഉപകരണമായി. ആ ഊർജം ഒരിക്കലും ഒരു ബ്രസീലിയനെ ആലിംഗനം ചെയ്യുന്ന, ഒരു ഘാനക്കാരൻ്റെ ഗോളിൽ ആഹ്ലാദിക്കുന്ന, ഒരു ജാപ്പനീസ് ടീമിന് വേണ്ടി ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു ഇന്ത്യക്കാരനെ സൃഷ്ടിച്ചെടുക്കില്ല. ഫുട്ബോൾ ടീമിന് വേണ്ടി കരയുമ്പോൾ ആ കണ്ണുനീരിന് ദേശമില്ല. ജയിക്കുന്ന ഏത് ടീമിനൊപ്പവും ഓടാൻ ആ ഹൃദയം തയ്യാറാണ്. ദേശസ്നേഹം ലൈനിടുന്നിടത്ത് ഫുട്ബോൾ ആ വരകൾ മായ്ച്ചു കളയുന്നു. ഫുട്ബോൾ ലോകകപ്പ് ഒരൊറ്റ ചോദ്യം മാത്രം ഉന്നയിക്കുന്നു: നാം ഏത് ടീമിനൊപ്പം ഓടണം? ആ ചോദ്യം ഒരാക്രമണമാണ്, ഒരു ഭരണകൂട ആഖ്യാനത്തിന് നേരെ, ഞങ്ങളും അവരും എന്ന വികല ദർശനത്തിന് നേരെ, ശത്രുവർഗ സൃഷ്ടിയിൽ അടിയുറച്ച ഒരു രാഷ്ട്രീയ ബിസിനസ് മോഡലിന് നേരെയുള്ള ആക്രമണം. അതിദേശീയതയ്ക്ക് ഫുട്ബോളിനോട് മമത ഉണ്ടാവില്ല. ഇല്ലാതിരിക്കലാണ് അതിൻ്റെ ബൗദ്ധിക സ്വയം സംരക്ഷണം. ഇത് ഒരു ആകസ്മികമായ അവഗണനയല്ല, ഇത് അവരുടെ ഭയമാണ്. എന്തു തന്നെയായാലും ഇന്ത്യയുടേത് ഒരു ലളിതമായ കായിക പിന്നോക്കാവസ്ഥയല്ല ഫുട്ബോളിൽ. ഇത് ഒരു അപമാനമാണ്. 140 കോടി ജനങ്ങളുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദത്തിൽ 3 അക്ക റാങ്കിങ്ങിൽ പിന്നിലാണ് നിൽക്കുന്നത്. ഫിജി പോലെയുള്ള ചെറിയ ദ്വീപ് രാജ്യങ്ങൾ പോലും ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ ഇന്ത്യയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇത് വിഭവശേഷിയുടെ പ്രശ്നമല്ല, മുൻഗണനയുടെ പ്രശ്നമാണ്. ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ പ്രകടനത്തെക്കുറിച്ച് നാം നാണം കെട്ട് സംസാരിക്കുന്നത് പോലെ ഫുട്ബോൾ ലോകകപ്പ് കാലത്ത് നാം മൗനം അവലംബിക്കുന്നു. കാരണം ആ മൗനത്തിലാണ് നമ്മുടെ പരാജയത്തിൻ്റെ സൗകര്യം ഒളിഞ്ഞിരിക്കുന്നത്. ഫുട്ബോൾ ഫെഡറേഷൻ്റെ പേര് ഭാരത് എന്നാക്കിയാൽ ടീമിന് ലോകകപ്പ് യോഗ്യത കിട്ടില്ല. ദേശഭക്തിയുടെ പ്രതീകങ്ങൾ കൊണ്ട് ഗോൾ തൊടുക്കാൻ കഴിയില്ല. ഒരു ഫെഡറേഷൻ്റെ പേരിലല്ല, അതിൻ്റെ അക്കാദമികളിലും പരിശീലകരുടെ ഗുണനിലവാരത്തിലും കുട്ടികൾ കളിക്കുന്ന തുറസായ മൈതാനങ്ങളിലുമാണ് ഒരു ഫുട്ബോൾ രാഷ്ട്രം പിറക്കുന്നത്. ലോകം പന്തിന് പിന്നാലെ ഓടുമ്പോൾ ഇന്ത്യ ഒരു പേരിൻ്റെ പിന്നാലെ ഓടുന്നു. ഒരു തോൽവിയെ മറയ്ക്കാൻ ഒരു മുദ്രാവാക്യം മതിയെന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അത് സ്വന്തം പരാജയത്തെപ്പോലും ആഘോഷിക്കാൻ ഒരു വഴി കണ്ടെത്തുകയാണ്. അടുത്ത ലോകകപ്പിന് മുൻപെങ്കിലും ഈ രാജ്യം ഒരു ചോദ്യം സ്വയം ചോദിക്കണം: നമുക്ക് വേണ്ടത് പുതിയ പേരുകളാണോ അതോ ഒരു പുതിയ മൈതാനമാണോ? നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.